ഹലോ, ഇന്നത്തെ വിശേഷം ഫാമിലെ പശുക്കൾക്ക് എങ്ങനെയാണ് പുല്ല് കൊടുക്കുന്നതെന്നാണ് കേട്ടോ. ഈ കാണുന്ന പുല്ല് നോർമലി പറമ്പുകളിൽ സ്വയം മുളച്ച് വരുന്നവയല്ല, നമ്മൾ പശുക്കൾക്ക് കൊടുക്കാനായിട്ട് നട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് പുല്ലുകളാണിത്. ഇതിപ്പോൾ അല്പം ഡ്രൈനെസ് ആയി പുല്ലിന്, കാരണം നമ്മൾ കട്ട് ചെയ്യാൻ ഇത്തിരി ലേറ്റായി. നോർമലി ഇത്രയും ഡ്രൈ ആവാറില്ല. അപ്പോൾ നോർമലി അരിമാളൊന്നും വെച്ച് കട്ട് ചെയ്ത് നമ്മൾ പശുക്കൾക്ക് തന്നെ കൊടുക്കല്ല പതിവ്. ഇതുപോലെ കട്ടിങ് മെഷീനിൽ ഇട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്താണ് കൊടുക്കുക. അപ്പോൾ അവർക്കത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ സീറോ വേസ്റ്റേജാണ്. നമുക്ക് മൊത്തമായിട്ട് പുല്ലിൻ്റെ എല്ലാ പോർഷൻസും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരത് മൊത്തമായിട്ട് കഴിക്കും. ഈ ഒരു കാണുന്ന വലിയൊരു പാത്രം നിറച്ചാണ് നമ്മൾ ഓരോ പശുക്കൾക്ക് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രമാണ്. അവർക്ക് ഫുള്ളാണ് ഇതിൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എല്ലാവർക്കും ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഓരോ പാത്രം കൊടുക്കും. അതിനുശേഷം ലാസ്റ്റ് ആവശ്യക്കാർക്ക് ഒരു പകുതിയോളം കൊടുക്കും. അത്രയും മതി അവർക്ക്. പിന്നെ നോർമലി വൈക്കോൽ കൊടുക്കുന്നതിനേക്കാളും നമുക്ക് പാല് കൂടുതൽ പുല്ല് കൊടുക്കുമ്പോഴാണുള്ളത്. അവർ കൂടുതൽ ഹാപ്പി ആവുന്നതും വൈക്കോലിനേക്കാളും ഇത് കൊടുക്കുമ്പോഴാണ്. ഇതാണ് ഇന്നത്തെ വിശേഷം.